Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. അങ്കമാലി ബാങ്ക് ജംഗ്ഷനിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. ആലുവ ഭാഗത്ത് നിന്ന് വരുന്ന യാത്രക്കാരുടെ കാഴ്ച മറക്കുന്ന വിധത്തിലുള്ള തടസ്സങ്ങളാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. തടസ്സങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് നടത്തിയിരുന്നു. എന്നാൽ അത് പിന്നീട് നിർത്തിവെക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്നും വളരെ തിരക്കേറിയ ഒരു നാലുകൂടി ജംഗ്ഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നത് ബസിലിക്ക പള്ളി, ഇവിടുന്ന് ഇങ്ങോട്ട് തിരിയണത് മറ്റേ ഹോളി ഫാമിലി സ്കൂള്. അപ്പോൾ ഹോളി ഫാമിലി സ്കൂളിലുള്ള ആ 9 മണിക്കുള്ള തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഇവിടെ ആ തിരക്ക് പിന്നെ എറണാകുളത്തേക്ക് പാസ് ചെയ്യണ ഒട്ടുമിക്ക വണ്ടികളൊക്കെ ഇതിൽ NH കൂടെ പാസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പരിഹാരം കാണണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രാവശ്യവും ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരും അതുപോലെ തന്നെ വ്യാപാരികളും മറ്റുള്ള സംഘടനകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇവിടെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാനോ തയ്യാറായിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള പരാതിയിൽ 2021 ദേശീയപാത അധികൃതർ സ്ഥലം പരിശോധിച്ചിരുന്നു. എന്നാൽ അതിനും നടപടിയുണ്ടായില്ല. കാൽനട യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇവിടുത്തെ പോലീസ് ഇവിടെ കൃത്യമായിട്ടൊരു ഡ്യൂട്ടി നിർവഹിക്കില്ല എന്നുള്ളൊരു വലിയൊരു വീഴ്ചയുണ്ട്. ഇവിടെ ഒന്നും തന്നെ അറിയാൻ പാടില്ലാത്ത കോതംകുലത്തും അതുപോലെ അടിമാലിയിൽ നിന്നുള്ള ഗാർഡർമാരിനാണ് ഇവിടെ കൊണ്ടു നിർത്തണേ. അവർക്കൊന്നും തന്നെ ട്രാഫിക്കിൻ്റെ സിസ്റ്റങ്ങളും അറിയില്ല. അപ്പോൾ അവർ ഒരു വണ്ടി ഇതിലെ പോകുമ്പോൾ ഒരു വണ്ടി അതിലെ കടത്തി വിടും. അതിൻ്റെ പേരിൽ നാള് തന്നെ ഒരുപാട് അപകടങ്ങൾ 1-2 അപകടങ്ങൾ ഈ ഉണ്ടായി. ഒരു വർഷം മുമ്പ് 2 വർഷങ്ങൾക്ക് മുമ്പാട് ഒരു വണ്ടി വന്ന് അവിടെ ഇടിച്ച് 2 പേരും മരിച്ചു, 4 പേര് മരിച്ചു. ഇവിടെ ഒരു ഓട്ടോറിക്ഷ വട്ടം തിരിഞ്ഞിട്ട് അന്നൊക്കെ ഇവിടുത്തെ പ്രാദേശിക ഭരണസമിതിയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞത് ഒരു എന്താ പറയുക സിഗ്നൽ സംവിധാനം വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതുവരെ വെച്ചിട്ടുമില്ല. നിരന്തരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 2 വീലറുകളും അതുപോലെ തന്നെ മറ്റേ 4 വീലറൊക്കെ നിരന്തരം പാസ് ചെയ്യുമ്പോൾ എന്നും 1-2 അപകടങ്ങളൂടെ ഉണ്ടായിട്ടുണ്ട്. ജംഗ്ഷനിൽ ഇരുവശത്തേക്കുമുള്ള റോഡിലേക്കും യൂട്ടേൺ തിരിയുന്നതിനുമൊക്കെ വാഹനങ്ങൾക്കും പ്രയാസമാണ്. വാഹനങ്ങളും കാൽനട യാത്രക്കാരുമൊക്കെയായി ജംഗ്ഷനിൽ ഭൂരിഭാഗം സമയങ്ങളിലും വലിയ തിരക്കാണ്. ജംഗ്ഷനിലെ ബ്ലിങ്കർ ലൈറ്റ് പ്രവർത്തിക്കുന്നില്ലെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. ട്രാഫിക് നിയന്ത്രിക്കാൻ പലപ്പോഴും ഉദ്യോഗസ്ഥർ ഉണ്ടാകാറില്ല. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ജീവിതങ്ങൾ ഇനിയും ഈ തെരുവിൽ പൊഴിഞ്ഞു വീഴുന്നുള്ള കാര്യത്തിലാണ് യാതൊരു സംശയവുമില്ല. ഞങ്ങളാണ് ഇതിലൊക്കെ ദൃക്സാക്ഷിയായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ ഓടി ചെല്ലും, ഞങ്ങൾ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, ഞങ്ങളവിടെ കൊണ്ടുവന്നാക്കും, തിരിച്ചു പോരും. ഞങ്ങൾക്ക് പോലെ വാടക പോലും ഞങ്ങൾ മേടിക്കാറില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുവാൻ എത്രയും പെട്ടെന്ന് ഈ ചാനൽ വഴി നിങ്ങളൊരു എന്താ പറയണേ ഒരു മെസ്സേജായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ അപകട മേഖല ഒന്ന് ശാശ്വതമായ രീതിയിൽ അപകടം ഇല്ലാത്ത രീതിയിൽ ആക്കി തീർക്കേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് ഈ ജംഗ്ഷനിലൂടെ കടന്നുപോകുന്നത്. എത്രയും വേഗം ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും വാഹനയാത്രക്കാരും ആവശ്യപ്പെടുന്നത്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ് CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി അങ്കമാലി.